KGPT എന്ന പ്രസ്ഥാനമായിരുന്നു. ആ KGPTയുടെ അന്നത്തെ നേതാക്കൾ നമുക്കറിയാം, മണ്ണേരി മാഷ്, അതുപോലെ PK ഉണ്ട്, നമ്മുടെ ജനറൽ സെക്രട്ടറിയായ KGPTയുടെ. അതുപോലെ അത്തരം പ്രവർത്തകരുടെ പ്രവർത്തനം നടക്കുന്ന സമയത്താണ് നമ്മുടെ ബാലകൃഷ്ണന്റെ സംഘടനാരംഗത്തേക്ക് കടന്നു വരുന്നത്. അങ്ങനെ സംഘടനാരംഗത്തേക്ക് കടന്നു വന്നു. അവരുടെയൊക്കെ തന്നെ കൂടെ പ്രവർത്തിച്ച് ഏറ്റവും മികച്ച സംഘാടകനായി മാറി. KGPTയുടെ ജില്ലാ സെക്രട്ടറിയായി അവിടെ പ്രവർത്തിച്ചു. പിന്നീട് പ്രൈമറി മേഖലയിൽ KGPT എന്ന സംഘടനയും ഭാഷാധ്യാപകരുടെ KSDS എന്ന് പറയുന്ന സംഘടനയും അതോടൊപ്പം തന്നെ ഗ്രാജുവേറ്റ് അധ്യാപകരുടെ BGTA എന്ന സംഘടനയും 1980 യോജിച്ചുകൊണ്ട് KGTA എന്ന പ്രസ്ഥാനമായി മാറുന്നു. 1980 KGPTയെ ഞാനൊക്കെ പലപ്പോഴും മറ്റ് സംഘടനാ പ്രവർത്തനം പറഞ്ഞ് വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടുണ്ട്. നിർബന്ധപൂർവ്വം ഈ രംഗത്താണ് പ്രവർത്തിക്കേണ്ടത്, മറ്റേത് രംഗത്തല്ല പ്രവർത്തിക്കേണ്ടത് പറഞ്ഞുകൊണ്ടാണ് അന്ന് DYFIയുടെ ഭാരവാഹിയായിട്ടുള്ള ഞാൻ അതൊഴിവാക്കി അധ്യാപക സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാൻ ശ്രമം ആരംഭിച്ചു. അപ്പോൾ പ്രവർത്തകന്മാരുടെ മനസ്സ് മനസ്സിലാക്കി അവർക്ക് നൽകേണ്ട ചുമതലകൾ നിർവഹിച്ച് അവരെ കൈപിടിച്ച് കൂടെ നടത്തി ഈ പ്രസ്ഥാനം നയിക്കുക എന്ന ഒരു പ്രവർത്തന രീതിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നു കാണാൻ സാധിക്കും. KGPTയെ കേരളത്തിലെ ഏറ്റവും ശക്തമായിട്ട് അധ്യാപക പ്രസ്ഥാനമാണ്. KPTയും KGPTയും ചേർന്നുകൊണ്ട് ഒരു സംഘടന എന്നതിൽ ആലോചന വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന വ്യാപകമായി ഒരു പ്രചരണ ജാഥ എന്ന് കാണിച്ചു. ഈ രണ്ട് സംഘടനകളുടെയും ഒരു കുടുക്കിയിൽ അണിനിരത്തേണ്ടത് ചെയ്യും. നാളിതുവരെ അധ്യാപകർ ആ ജാഥയുടെ ഉദയങ്ങളും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത്തരമൊരു പ്രവർത്തനത്തിന്റെ ഗുണഫലം രണ്ടാണ്. ഒന്ന്, നമുക്ക് ഏവർക്കും ഒത്തുചേരാൻ കഴിയുന്ന ഒരു വലിയ സംഘടന, ഏഷ്യയിലെ ഏറ്റവും വലിയ സംഘടന എന്ന നിലയിൽ KSK രൂപപ്പെട്ടു. മറ്റൊന്ന്, ആ സംഘടനയുടെ തന്നെ മുൻ നേതാക്കന്മാരായിട്ട് ആളുകൾ ഭരണാധികാരികളായി മാറിയപ്പോൾ പ്രത്യേകിച്ചു P. ശിവദാസൻ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായി മാറിയതിന്റെ ഗുണഫലമാണ് മെച്ചപ്പെട്ട ഒരു സ്കെയിൽ അധ്യാപകർക്ക് ലഭ്യമായി. മെച്ചപ്പെട്ട അധ്യാപക സ്കെയിൽ ലഭ്യമാക്കുന്നതിൽ ഏറ്റവും മുൻനിന്ന് പ്രവർത്തിച്ചത് കലാവാചനം തന്നെയാണ്. പോയ കാലത്ത് അധ്യാപകരുടെ കൈനരിയും പ്രയാസങ്ങളും അധ്യാപകർക്ക് മാത്രം സംഘടന മാത്രം വരാൻ സർക്കാർ മേഖലയിൽ തൊഴിലെടുക്കുന്ന എല്ലാ ആളുകൾക്കും ഒരു സംഘടന ഉണ്ടാവുമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് അത് പ്രാവർത്തികമാക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്നാണ് പാഷനോടുള്ള ഈ കാഴ്ചപ്പാട്. നമുക്കത് ഇന്നും പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല. അധ്യാപക സംഘടനകളെ യോജിച്ച് സംഘടനക്കാൻ സാധിച്ചെങ്കിലും കോളേജ് അധ്യാപക സംഘടനകൾ, സർക്കാർ സർവീസിലെ സംഘടനകൾ, അവരെല്ലാം യോജിപ്പിച്ച് ഒരു സംഘടനയായി മാറാൻ സാധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് ശക്തിയുക്തം വാദിക്കാനും വാദിച്ച മാത്രമേ നേടിക്കൊടുക്കാനും സാധിക്കൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി FSCU എന്ന പ്രസ്ഥാനം കിട്ടിപ്പെട്ടു. പക്ഷെ അതൊക്കെ പരിമിതികൾ മനസ്സിലാക്കണം. ഒരുപാട് പരിമിതികൾ ഉണ്ട്. അപ്പോൾ KSK രൂപീകരണത്തിന് ശേഷം അധ്യാപക മേഖലയ്ക്ക് വലിയ മെച്ചുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം ഉണ്ടായി. പിന്നീട് തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ അധ്യാപകന്മാർക്ക് ഒരു സംഘടന വേണമെന്ന ഒരു ആശയം രൂപപ്പെട്ടത്. കോർഡിനേഷൻ കമ്മിറ്റിയോ സ്കൂൾ ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ എന്നാണ് ആദ്യത്തെ രൂപം. 15 സംസ്ഥാനങ്ങളിലെ അധ്യാപക നേതാക്കന്മാർ ചേർന്നുകൊണ്ടാണ് അതിന് രൂപം നൽകിയത്. അതിന് സമ്മേളനത്തെ കാര്യമാണ് മുന്നിലൂടെ പറഞ്ഞത്. കൽക്കത്തയിലെ സാർവജനിക് സ്റ്റേഡിയത്തിൽ വെച്ചാണ് അതിന്റെ പ്രഥമ സമ്മേളനം. ഞാൻ മുന്നിലേക്ക് പങ്കെടുക്കാം. ആ CCSTO ആണ് പിന്നീട് സ്കൂൾ ടീച്ചേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന നിലയിൽ ഇന്നിപ്പോൾ 25 സംസ്ഥാനങ്ങളിൽ അംഗങ്ങളായിട്ടുള്ള സംഘടനയെ മാറ്റി. അപ്പോൾ